നമസ്കാരം. ട്രംപ് ഇന്ത്യയെ ഓരോ തരത്തിലും സംഘർഷത്തിലാക്കാൻ കച്ചകെട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്നതുപോലെ ഇന്ത്യ റഷ്യയുമായും ചൈനയുമായുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്തത്. ട്രംപിനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മോദിക്ക് നന്നായി അറിയാം. അധികാരവും സമ്പത്തും സൈനിക ശേഷിയുമുള്ള അമേരിക്കയ്ക്ക് എന്തും ആരോടുമാകാമെന്നുള്ള നിലപാടാണ്. ചോദ്യം ചെയ്യാൻ ആരും വളരില്ല എന്നുള്ള വിശ്വാസത്തിൽ ട്രംപ് എന്തും കാണിച്ചു കൂട്ടും. ട്രംപ് ഇന്ത്യക്ക് ഉൾപ്പെടെ മുഴുവൻ രാജ്യങ്ങൾക്കും മേൽ അടിച്ചേൽപ്പിച്ച അതിഭീകര താരിഫ് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറിയതിന്റെ നേർക്കാഴ്ചയായിരുന്നു ചൈന ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നത്. ഇപ്പോൾ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ചൈനയുമായി വീണ്ടും വ്യാപാര ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്ത്യ. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഡീസൽ കയറ്റി അയച്ചു. ഉപരോധത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സ്വകാര്യ റിഫൈനറിയായ നയാര എനർജിയാണ് ഇന്ധനം കയറ്റുമതി ചെയ്തിരിക്കുന്നത്. വാഡ്നർ തുറമുഖത്തു നിന്ന് ഡീസലുമായി EM സെനിത് എന്ന ചരക്കു കപ്പൽ ചൈനയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. 2021 ലഡാക്കിലെ പാങ്കോങ് തടാകത്തിനകത്തുണ്ടായ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്ന സമയത്തിന് ശേഷമുള്ള ആദ്യ കയറ്റുമതിയാണിത്. ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ 18 ഗുജറാത്തിലെ വഡിനാർ ടെർമിനലിൽ നിന്ന് EM സെനിത്ത് ഏകദേശം 4,96,000 ബാരൽ അൾട്രാ ലോ സൾഫർ ഡീസലുമായി യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. കപ്പൽ പുറപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യൻ എണ്ണ വ്യാപാരത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ റോസ്നെഫ്റ്റ് പിന്തുണയുള്ള നയാര എനർജിക്കെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുന്നത്. മലേഷ്യയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന കപ്പൽ ഉപരോധം നിലവിൽ വന്നതോടെ മലാക്ക കടലിൽ നങ്കൂരമിടുകയായിരുന്നു. 12 ദിവസം അവിടെ കിടന്നതിനു ശേഷമാണ് ചൈനയിലെ ഷൂഷാൻ തുറമുഖത്തേക്ക് യാത്ര തിരിക്കുന്നത്. റഷ്യൻ എണ്ണ ഭീമനായ റോസ്നെഫ്റ്റിന്റെ ഭാഗിക ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് നയാര എനർജി. ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി യൂറോപ്യൻ യൂണിയൻ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾ നയാരയുടെ പേയ്മെന്റ് സംവിധാനങ്ങളെ ബാധിച്ചു. ഇതിന്റെ ഫലമായി കാർഗോകൾ ലോഡ് ചെയ്യുന്നതിന് മുൻപ് മുൻകൂർ പേയ്മെന്റോ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ ആവശ്യപ്പെടേണ്ട അവസ്ഥയിലാണ് കമ്പനി. അതിനിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അമേരിക്കയുടെ പുതിയ തീരുവ വർധനവിനെ തുടർന്ന് നയാര എനർജിയുമായുള്ള അന്താരാഷ്ട്ര വ്യാപാര വിദേശ നാണയ ഇടപാടുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. 2021 ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ വഷളായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിരവധി സൈനിക ചർച്ചകൾക്കു ശേഷം ഒരു ധാരണയിൽ ഇരു രാജ്യങ്ങളും ഒടുവിലെത്തിച്ചേർന്നു. അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പുരോഗതി ചർച്ച ചെയ്തിരുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഒന്നിച്ചു നിന്നാൽ ട്രംപിന്റെ കാൽമുട്ട് വിറയ്ക്കാൻ അത് മതി എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യക്കുമേൽ അമിത തീരുവ ചുമത്തിയപ്പോൾ തന്നെ അതിനെ മറികടക്കാൻ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടിയിരുന്നു. അതിന്റെ വിജയമാണ് ഇപ്പോൾ ഇത്ര വേഗത്തിൽ ചൈനയുമായി ഇന്ത്യക്ക് വ്യാപാരം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യയുമായി അമേരിക്ക വ്യാപാര കരാറിന് തയ്യാറാകാതെ ഒഴിഞ്ഞുമാറി നിൽക്കുമ്പോഴാണ് ചൈനയുമായി പുതിയ കരാർ ഇന്ത്യ സ്ഥാപിച്ചത് എന്നത് ട്രംപിന്റെ കരണത്തേറ്റ അടിയായി മാറിയെന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച